ടിക്കറ്റ്. വേഗത്തിൽ പോകുന്ന ബസ്സില് ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് കുറച്ചു നാണത്തോടെ കണ്ണും നോക്കിക്കൊണ്ട് അവളൊന്ന് ചിരിച്ചപ്പോൾ വേഗത്തിൽ പോകുന്ന ബസ്സില് വേഗത്തിൽ പോകുന്ന ബസ്സില്. നീ എന്തോടി അവനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കുന്നത്? ബാലരാജിന്റെ ചിരി നല്ല രസമുണ്ടല്ലേ? ഇല്ലല്ലോ, അത്രയ്ക്കൊന്നുമില്ലല്ലോ. എന്റെ കണ്ണിലൂടെ നോക്കടി, ബാലരാജ് ശരിക്കും ചന്ദ്രനെ പോലെയാ. ആ താടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. എന്ത് ആ താടിയോ? ഏയ് ഒന്നും മിണ്ടാതിരിക്കെ. ചന്ദ്രനിലെ കറുപ്പിനെ പോലെയാ ബാലരാജിന് ആ താടിയുള്ളത്. എന്റെ അമ്മോ. മഹാ മഹാ മഹാ, ബാലരാജ് എന്നെ നോക്കുന്നുണ്ടോ? ഒന്ന് നോക്കടി. ആ നോക്കുന്നുണ്ട്. എനിക്കറിയാം ബാലരാജ് എന്നെ നോക്കുന്നു. കഴിച്ചു. ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഡാ ബാലരാജെ, പ്ലീസ് ഡാ, എന്നോടൊന്നും മിണ്ടടാ. ഡാ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും മിണ്ടടാ, പ്ലീസ് ഡാ. ഡാ ഡാ എന്താടാ അവന്റെ അടുത്ത് സംസാരിക്കാത്തെ? ഇപ്പൊ തന്നെ 4 വർഷമായല്ലോ. പാവാടാ അവന് നമ്മളല്ലാതെ വേറെ ആരാ ഫ്രണ്ട്സ്? നിനക്കൊന്ന് മിണ്ടിക്കൂടെ? അവൻ നമ്മളെ പറ്റിച്ചാരൊക്കെ നിങ്ങൾ മറന്നുപോയല്ലേ? അവൻ കാണിച്ചത് വിശ്വാസവഞ്ചനയല്ലേ? നമ്മൾ പറ്റിച്ചിരിക്കുക. എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു, പക്ഷെ അവനോ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വലിയ ഷിപ്പിൽ സ്ഥാനം കൊടുക്കുമ്പോഴത്തേക്കും ആ ഷിപ്പ് എന്നെ മുക്കിയില്ലടാ. നമ്മുടെയൊക്കെ കണ്ണീര് തുടച്ചു മാറ്റുമെന്ന് വിചാരിച്ച അവൻ കണ്ണ് കുത്താൻ നിൽക്കുക. ഇതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. അല്ല, അത്ര നിർബന്ധമാണെങ്കിൽ ചെന്ന് സംസാരിക്കോ. ചെല്ല്, പോയി സംസാരിക്ക്. അവൻ നമ്മളെ എല്ലാവരും പറ്റിച്ചതാ. ആ കാര്യം നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എടാ ബാലരാജെ, എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ തന്നെ. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് മിസ്റ്റർ സുബ്രഹ്മണ്യൻ. കഴിഞ്ഞ ആഴ്ച നടന്ന ഓഫ് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുക. നമ്മുടെ കോളേജിൽ ഒരു നല്ല അഭിമാനമായത്. പിന്നെന്താ, ഒരു പൂച്ചട്ടിക്ക് അടുത്ത് ഗാർബേജ് ക്യാൻ ഉള്ളതുപോലെ ടോപ്പേഴ്സിന് അടുത്ത് ലോഫേഴ്സും ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടില്ലേ, പറഞ്ഞ് നാവ് അകത്തേക്ക് ഇട്ടില്ല. ഇതാ നമ്മുടെ ലോഫേഴ്സ് ബാച്ച്. എന്താടാ, സത്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ട് ഈ വർഷം നീ പാസ്സാവുന്നത്? ഇത്തവണ എല്ലാത്തിലും പാസ്സാവുന്ന ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കൊടുത്ത് വന്നിരിക്കുക സാർ. എടാ, ചിരിച്ചിരിച്ച ആ സരൺ ബോയ് ഇന്നലെ ചാകുന്ന തോന്നുന്നു. അവനെ എണീപ്പിക്കടാ. അതെ, ഇത്തവണ എന്തായാലും ബാലരാജ് ജയിക്കും. ബാലരാജിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പിന്നെ മനസ്സിലാവും. ആയിക്കോട്ടെ. ബാലരാജ്, നീ പാസ്സാവും, എനിക്കറിയാം. നീ പാസ്സാവുന്നോ ഇല്ലയോ, ഉറപ്പായിട്ടും ഇത്തവണ ഫെയിൽ ആവും. നീ കണ്ടോ? എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കണ്ണീരൊഴുക്കി അവള് ക്ലാസ്സിന് പുറത്തു പോയാൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. നിന്നെ പിന്നെ എടുത്തോളടി. ഒന്ന് പോടാ. എന്റെ ക്ലോസ് ഫ്രണ്ട് അവനില്ലാത്ത ക്ലാസ്സില് ഞാൻ എന്തിനാ ഇരിക്കുന്നേ? ഞാനും പോവാ. This is not fair and lovely. Your words lovingly. മാങ്ങ തലയാ.